ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं च जीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते। तप्त काञ्चन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മള് ഇന്ന് വായിക്കാൻ പോകുന്ന മുകുന്ദമാല സ്തോത്ര 28ഉം 29ാമത്തെ ശ്ലോകമാണ്. ഇത് എല്ലാം ഭഗവാന്റെ നാമങ്ങളാണ്. ഇപ്പൊ എല്ലാവരും ഒരു തവണ റിസൈറ്റ് ചെയ്യണം. ശ്രീനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഭക്ത പ്രിയ ചക്രപാണി ശ്രീപത്മനാഭാച്യുത കൈതഭാരേ ശ്രീരാമ പത്മാക്ഷ ഹരേ മുരാരേ അനന്ത വൈകുണ്ഠ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ദാമോദര മാധവേതി വക്തും സമാർത്ഥോപി ന ഭക്തി കശ്ചേത് അഹോ ജനാനാം വ്യസനാഭിമുഖ്യം. ശ്രീനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഭക്ത പ്രിയ ചക്രപാണി ശ്രീപത്മനാഭാച്യുത കൈതഭാരേ ശ്രീരാമ പത്മാക്ഷ ഹരേ മുരാരേ അനന്ത വൈകുണ്ഠ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ദാമോദര മാധവേതി വക്തും സമർത്ഥോപി ന ഭക്തി കശ്ചിത് അഹോ ജനാനാം വ്യസനാഭിമുഖ്യം. സ്മിത മാതാജി. മ്യൂട്ടിലാണ് മാതാജി, മ്യൂട്ടിലാണ്. ഹരേ കൃഷ്ണ. ശ്രീനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഭക്ത പ്രിയ ചക്രപാണേ ശ്രീപത്മനാഭാച്യുത കൈടഭാരേ ശ്രീരാമ പത്മാക്ഷ ഹരേ മുരാരേ അനന്ത വൈകുണ്ഠ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ദാമോദര മാധവേത്തി വക്തും സമർത്ഥോപി ന വക്തി കശ്ചിത് അഹോ ജനാനാം വ്യസനാഭിമുഖ്യം. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. ശ്രീനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഭക്ത പ്രിയ ചക്രപാണി ശ്രീപത്മനാഭാച്യുത കൈടഭാരേ ശ്രീരാമ പത്മാക്ഷ ഹരേ മുരാരേ അനന്ത വൈകുണ്ഠ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ദാമോദര മാധവേതി വക്തും സമർത്ഥോപി ന വക്തി കശ്ചിത് അഹോ ജനാനാം വ്യസനാഭിമുഖ്യം. ഹരേ കൃഷ്ണ. ഗാർഗ്യ മാതാജി. ശ്രീനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഭക്ത പ്രിയ ചക്രപാണി ശ്രീപദ്മനാഭാച്യുത കൈടഭാരേ ശ്രീരാമ പത്മാക്ഷ ഹരേ മുരാരേ അനന്ത വൈകുണ്ഠ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ദാമോദര മാധവേതി വക്തും സമർത്ഥോപി ന വക്തി കശ്ചിത് അഹോ ജനാനാം വ്യസനാഭിമുഖ്യം. ഹരി ബോൾ. പിന്നെ ആരാണ്ടത്? ഓക്കെ, ശരണി മാതാജി. ഹരേ കൃഷ്ണ.
ശ്രീനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഭക്ത പ്രിയ ചക്രപാണി ശ്രീ പത്മനാഭാച്യുത കൈഡഭാരേ ശ്രീരാമ പത്മാക്ഷ ഹരേ മുരാരേ അനന്ത വൈകുണ്ഠ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ദാമോദര മാധവേതി വക്തും സമർത്ഥോ അഭിനവക്തി കച്ചേത് അഹോ ജനാനാം വ്യസനാഭിമുഖ്യം. ഹരിബോൾ. O Srinatha, Narayana, Vasudeva, Divine Krishna, O kind friend of your devotees, O Chakrapani, Padmanabha, Achyuta, Kaidavari, Rama, Padmaksha, Hari, Murari, O Ananta, Vaikuntha, Mukunda, Krishna, Govinda, Damodara, Madhava. Although all people can address you, still they remain silent. Just see how eager they are for their own peril. അപ്പോ കുലശേഖര ആൾവാർ പറയുന്നത് ഭഗവാന്റെ പല പല നാമങ്ങളുണ്ട്. ഇത് അനന്തമായിട്ടുള്ള നാമങ്ങളാണ്. നമുക്ക് വളരെ കുറച്ച് നാമങ്ങളെ അറിയുള്ളൂ. അപ്പൊ ആ നാമങ്ങളെയൊക്കെ വളരെ പ്രധാനപ്പെട്ട നാമങ്ങളൊക്കെ എടുത്ത് പറയുന്നത് എല്ലാവർക്കും ഈ നാമങ്ങൾ ചൊല്ലിയിട്ട് ഭഗവാനെ സംബോധന ചെയ്യാം, ഭഗവാനെ വിളിക്കാം, ഭഗവാനെ പ്രാർത്ഥിക്കാം. എന്നിട്ടും അവരുടെ ഈ ജിഹ്വ, ഈ നാവ്, ഭഗവാന്റെ നാമം ജപിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഈ നമ്മളുടെ അവയവം ഉപയോഗിക്കുന്നില്ല. അവരെ മിണ്ടാതിരിക്കുന്നു, മൗനം പാലിക്കുന്നു. ആ മൗനം പാലിച്ചുകൊണ്ട് നമുക്ക് എന്താ ലാഭം? ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ആനന്ദം, നമ്മളുടെ ആ ചേതന ശുദ്ധീകരിക്കപ്പെടുന്നു. ഇതൊന്നും സംഭവിക്കുന്നില്ല, വെറുതെ മിണ്ടാതിരിക്കുകയാണ്. ഇത്ര നല്ല നാവ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലെ? അത് ചെയ്യുന്നില്ല. ദേ റിമെയിൻ സൈലന്റ്. ജസ്റ്റ് സീ ഹൗ ഈഗർ ദേ ആർ ഫോർ ദെയർ ഓൺ പെരിൽ. അവരുടെ നാശം, അവരുടെ ആപത്തിലേക്കാണ് ഇതെല്ലാം നയിക്കുന്നത്. അതായത് ഈ നാവ്, ജീവ ഭഗവാന്റെ സ്തുതിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം അവർ മിണ്ടാതിരിക്കുന്നു. ഇതെന്താണ്? അവസാനം അവരെ തന്നെ ആപത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്, ഫോർ ദെയർ ഓൺ പെരിൽ. അപ്പൊ ഈ നാമങ്ങളെല്ലാം ഭഗവാന്റെ ഓരോ ക്വാളിറ്റീസിനെ ഇവിടെ ഡിഫൈൻ ചെയ്യാണ്, അല്ലെ? ശ്രീനാഥ, എന്താണ് ശ്രീനാഥ എന്ന് പറഞ്ഞാൽ? എന്താണ് അർത്ഥം? ലക്ഷ്മിയുടെ ഹസ്ബൻഡ്, അങ്ങനെയാണോ പ്രഭു? യെസ്, ലക്ഷ്മിയുടെ നാഥൻ. ശ്രീ പറഞ്ഞാൽ ലക്ഷ്മി ദേവി, ലക്ഷ്മി ദേവിയുടെ നാഥൻ. ഓക്കെ, ലക്ഷ്മിപതി അല്ലെങ്കിൽ അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട അർത്ഥം പറയണം. ലക്ഷ്മിപതി, ലക്ഷ്മി ദേവിയുടെ കൺസേർട്ട്. ഓക്കെ, അതാണ് ശ്രീ. നാരായണ എന്താണ്? എന്താണ് നാരായണൻ എന്ന് പറഞ്ഞാൽ? ജലത്തിൽ ഭഗവാൻ ജലത്തിൽ കിടക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ അങ്ങനെയും പറയുന്നുണ്ട്. പ്ലസ് നരന്മാരുടെ ഷെൽട്ടർ, ഓൾ ലിവിങ് ബീങ്സ് ഷെൽട്ടർ ഓഫ് ഓൾ ലിവിങ് എൻറ്റിറ്റീസ്. അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്, ഓരോ പേരുകൾക്കും പല അർത്ഥങ്ങളുണ്ട്. വാസുദേവ എന്താണ്? വാസുദേവ വസുദേവരുടെ മകനായതുകൊണ്ട്, സൺ ഓഫ് വസുദേവ. കൃഷ്ണ, ഡിവൈൻ കൃഷ്ണ. എന്തുകൊണ്ടാണ് ഡിവൈൻ കൃഷ്ണ? ശ്രീകൃഷ്ണ. ഓക്കെ, കൃഷ്ണ പറഞ്ഞാൽ ഓൾ അട്രാക്റ്റീവ്, എല്ലാവരെയും ആകർഷിക്കുന്നത്. ഓ കൈൻഡ് ഫ്രണ്ട് ഓഫ് യുവർ ഡിവോട്ടീസ്, സുഹൃത്ത്, എല്ലാവരുടെയും സുഹൃത്താണ്. സുഹൃതം സർവഭൂതാനാം, അല്ലെ? ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, സുഹൃതം സർവഭൂതാനാം. അപ്പോ ഭഗവാനെ എന്താണ് ഇവിടെ? സുഹൃത്ത്, ഓ കൈൻഡ് ഓഫ് യുവർ ഡിവോട്ടീസ്. പിന്നെ ഓ ചക്രപാണി. ചക്രപാണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭീഷ്മദേവരെ വരുമ്പോ ചക്രം എടുത്ത് ആ ഫോമിൽ വന്നുകൊണ്ടാണോ പ്രഭു? ചക്രപാണി, ചക്രം ആയുധം ധരിച്ചത്, സുദർശന ചക്രം ഉള്ളതുകൊണ്ട് അല്ലേ? ചക്രപാണി. പത്മനാഭ. പത്മനാഭ എന്ന് പറഞ്ഞാൽ എന്താണ്? നാഭിയിൽ നിന്നും പത്മം. ഭഗവാന്റെ നാഭിയിൽ നിന്ന് പത്മം വരുന്നു. അച്യുത. അച്യുത എന്ന് പറഞ്ഞാൽ ഇൻഫാലിബിൾ, ഒരിക്കലും തെറ്റുപറ്റാത്തത്, അല്ലെ? അച്യുത. കൈതഭാരി എന്ന് പറഞ്ഞാൽ അവരെ ഹരിച്ചത് കൊണ്ട്. രാമ എന്ന് പറഞ്ഞാൽ
രമിപ്പിക്കുന്നവൻ, സന്തോഷം തരുന്നവൻ. യെസ്, റിസർവയർ ഓഫ് ഓൾ പ്ലഷേഴ്സ്, രമിക്കുന്നത്. ഓക്കെ. പദ്മാക്ഷ, താമരപ്പൂവിന്റെ കണ്ണുകളോട് കണ്ണുകളോട് അരിപോൾ. ഹരി, ഭഗവാന്റെ പാപങ്ങളെ ഹരിക്കുന്നു. പാവങ്ങളെ എല്ലാം ഹരിക്കും. ഓക്കെ. ഹരിച്ചു കളയുന്നു. നമ്മുടെ ഹൃദയത്തിനെയും ഹരിക്കും, പാവങ്ങളെ ഹരിക്കും. ഓക്കെ. അനർത്ഥങ്ങളെ ഹരിക്കും. ഹരി. മുരാരി, മുരൻ എന്ന അസുരനെ വധിച്ചതുകൊണ്ട്. വസിച്ച് മുരൻ എന്ന അസുരനെ വധിച്ച്. ഓ അനന്ത, അനന്ത എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ്, അൺലിമിറ്റഡ്. അൺലിമിറ്റഡ്. അതായത് ലിമിറ്റില്ല, ലിമിറ്റ്ലെസ്. വൈകുണ്ഠ, ആൻസൈറ്റി ഇല്ലാത്ത ഒരു ആ ശരി. ഭഗവാൻ എന്തെങ്കിലും ആങ്സൈറ്റി ഉണ്ടോ? ഒരു ആങ്സൈറ്റി ഇല്ല. മുകുന്ദ, മോക്ഷം കൊടുക്കുന്നത്. മോക്ഷം കൊടുക്കുന്നത്. കൃഷ്ണ, എഗെയിൻ കൃഷ്ണ അവിടെ, അതായത് all ഓൾ അട്രാക്റ്റീവ്. ഗോവിന്ദ, ഗോക്കളുടെ ഗോക്കൾക്ക്, ഗോപികമാർക്ക്, ഗോവർദ്ധന്, ഗോപന്മാർക്ക്, എല്ലാവർക്കും, ഇന്ദ്രിയങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം പകരുന്നത്. ദാമോദര, ദാമം ഉദരത്തില് ഉദരത്തില് കയറി കെട്ടിയത്. മാധവ, ലക്ഷ്മി ദേവിയുടെ ഹസ്ബൻഡ്. യെസ്, ഗോഡസ് ഓഫ് ഫോർച്യൂണിന്റെ ഹസ്ബൻഡ്. ഇത്രയും പേര് അഡ്രസ് ചെയ്തിട്ടാണ് കുലശേഖര ആൾവാർ ഭഗവാനെ സംബോധന ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏത് പേരിനെയും വിളിച്ചിട്ടും ഭഗവാന്റെ അനന്തമായിട്ടുള്ള പേരുകളുണ്ട്. ഈ പേരുകളെല്ലാം ഉച്ചരിച്ചിട്ട് ഭഗവാനെ സ്തുതിക്കാം, ഭഗവാനെ ഗ്ലോറിഫൈ ചെയ്യാം. പക്ഷെ അതിന് പകരം നമ്മൾ മിണ്ടാതിരിക്കുന്നു. നമ്മുടെ ഈ നാവ് കൊണ്ട് പറയുന്നില്ലേ, പാട്ടില്ലേ മലയാളത്തിലും പല ഇതിലും, അതായത് കണ്ണന്റെ നാമം ചെല്ലാത്ത ഈ നാമം എന്തിനാന്ന് പറഞ്ഞിട്ട് പാടില്ല. എന്താണെന്ന് എനിക്കറിയില്ല. എന്താണത്? നാവെന്തിനു തന്നു ഭഗവാൻ. അല്ലെ, ഭഗവാന്റെ നാമം ചെല്ലാത്ത ഈ നാമം എന്താണ് കാര്യം? അപ്പോ ഈ നാവുണ്ടായിട്ടും ഭഗവാനെ സ്തുതിക്കാൻ നമുക്ക് അതിനുള്ള ഒരു താല്പര്യം, ഒരു ആഗ്രഹം നമ്മൾ തരില്ല, നമ്മൾ മിണ്ടാതിരിക്കാൻ. അപ്പൊ അതുകൊണ്ട് എന്താണ് പറഞ്ഞത്? ജസ്റ്റ് സീ ഹൗ ഈഗർ ദേ ആർ ഫോർ ദെയർ ഓൺ പെരിൽ. നമ്മുടെ ചുരുക്കത്തിൽ കുലശേഖര ആൾവാർ പറയുന്നത്, നമ്മൾ എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചിരിക്കണം. ആ ഭഗവാന്റെ നാമം ജപിക്കൽ കൊണ്ട് നമുക്ക് എന്താണ് സംഭവിക്കുക? നമ്മളുടെ ചേതന, നമ്മളുടെ കോൺഷ്യസ്നെസ് അത് പ്യൂരിഫൈ ആവും. ഇപ്പൊ എന്താണ് അതിന് കുഴപ്പം? കണ്ടാമിനേറ്റഡ് ആണ്. ഭൗതിക ഇച്ഛകൾ കൊണ്ട്, ഭൗതിക ആഗ്രഹങ്ങളെ കൊണ്ടത് കണ്ടാമിനേറ്റഡ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. അതുകൊണ്ട് ഭഗവാന്റെ നാമമല്ലാണ്ട് വേറെ യാതൊന്നും കലികാലത്തിലില്ല. നാമവിനു കലികാലെ നാഹി ആരധർമ്മ എന്ന് പറയുന്നത്. നാമവിനു കലികാലെ നാഹി ആരധർമ്മം. നാമമല്ലാണ്ട് കലികാലത്തിൽ വെറും ധർമ്മമില്ല. നമ്മുടെ ധർമ്മം പറഞ്ഞാൽ ഭഗവാന്റെ നാമം ഉച്ചരിക്കുക, നാമം ജപിക്കുക. അതാണ് ശാസ്ത്രത്തിന്റെ പ്രമാണം. എല്ലാ ശാസ്ത്രത്തിന്റെയും പ്രമാണം കലികാലത്തില് ഭഗവാന്റെ നാമം ജപിക്കുക. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിലും അത് പറഞ്ഞിരിക്കുന്നത്, യജ്ഞാനാം ജപയജ്ഞോസ്മി. എന്താണ് ജപിക്കേണ്ടത്? ഭഗവാന്റെ നാമം. നാമചിന്താമണി കൃഷ്ണ ചൈതന്യ രസവിഗ്രഹ പൂർണ്ണശുദ്ധോ നിത്യമുക്തോ അഭിന്നത്വം നാമനാമിനു. ഈ നാമചിന്താമണിയാണ്. ചിന്താമണി ട്രാൻസെൻഡന്റൽ ജ്വല്ലാണിത്. നമുക്ക് മെറ്റീരിയൽ നമുക്ക് ഫാറസ് മണിയൊക്കെ കിട്ടുണ്ടാവും അല്ലെ, ടച്ച് സ്റ്റോൺ. ഈ തൊടുന്നതെല്ലാം പൊന്നാവുന്നു. എന്ത് തൊടുന്നു അതെല്ലാം പൊന്നാവുന്നു. ഒരു ഭാഗവത് സപ്താഹം ഒരു രാജാവ് അറേഞ്ച് ചെയ്തു. ഭാഗവത് സപ്താഹം രാജാക്കന്മാർ എന്താണ് പൊതുവെ എല്ലാ പ്രജകളുടെയും ഒരു ആധ്യാത്മിക തലത്തിൽ ഉന്നമനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാ പ്രജകളും വന്നു, എല്ലാ നാട്ടുകാരും വന്നു, എല്ലാ ഗ്രാമത്തിൽ നിന്ന് ആൾക്കാർ ഈ ഭാഗവത് സപ്താഹം കേൾക്കാൻ വേണ്ടി വന്നു. ഭയങ്കര തിരക്കാണ്. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ഓക്കെ, നല്ല തിരക്കാണ്. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ
ഒരു മാതാജി, ഒരു സ്ത്രീ ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ പോയിട്ട് ഭിക്ഷ യാചിച്ചു. എനിക്ക് എന്തെങ്കിലും ഭിക്ഷ തരൂ, ഓക്കെ, എനിക്ക് ഭയങ്കര വിശപ്പുണ്ട്, എന്തെങ്കിലും തരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബ്രാഹ്മണൻ പുറത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഒന്നുമില്ല, ഒന്നും തരാനില്ല, പൊട്ടിയ കലം കൂടിയില്ല തരാൻ. അങ്ങനെ പറഞ്ഞു, എന്തെങ്കിലും തന്നാ മതി, അപ്പോൾ എന്തെങ്കിലും ഒരു തരൂ, ഞാൻ ഭിക്ഷ അയച്ചു വന്നല്ലേ, എന്തെങ്കിലും, ഞാൻ വെറും കൈ കൊണ്ട് പോകണ്ട. അപ്പോൾ എന്തോ ഒരു പൊട്ടി, അതായത് ഞെണുങ്ങിയിട്ടുള്ള ഒരു പാത്രം കൊടുത്തു. ആ പാത്രം ആ മാതാജി എടുത്ത ഉടനെ അത് സ്വർണമായി. അത് ഉടനെ അപ്പോൾ ഇത് ബ്രാഹ്മണൻ കണ്ടപ്പോ ഭയങ്കര സന്തോഷം, ഇത് ടച്ച് ചെയ്തുമ്പോൾ സ്വർണമായല്ലോ. അപ്പോൾ വീണ്ടും ഒരു കാര്യം ചെയ്യൂ, എൻ്റെ വീട്ടിൽ വേറെ പാത്രങ്ങളുണ്ട്, അതും കൂടി ടച്ച് ചെയ്യുന്നതായി, അതും കൂടി സ്പർശിക്കൂ. അപ്പോൾ വീണ്ടും വേറെ പാത്രം കൊണ്ടുവന്നു. പാത്രം കൊണ്ടുവന്നപ്പോൾ അത് സ്പർശിച്ചപ്പോൾ അതും സ്വർണ്ണമായി. ഭയങ്കര ഒരു കാര്യം, നിങ്ങൾ എവിടെയും പോട്ടെ, നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളൂ, ഞങ്ങൾക്ക് എല്ലാ സൗകര്യം തരാം, എല്ലാ പ്രസാദം എന്ത് വേണമെങ്കിൽ തരാം. അങ്ങനെ. അപ്പോൾ ഇത് ന്യൂസ് പറഞ്ഞു, ന്യൂസ് എല്ലാത്തിലും പറഞ്ഞു. അപ്പോൾ എല്ലാവരും അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നെല്ലാം വന്നു. ഗ്രാമങ്ങളിലെ എല്ലാം വന്നിട്ട് ആൾക്കാർ പറഞ്ഞു, ഞങ്ങളുടെ പാത്രം സ്പർശിക്കൂ, ഞങ്ങളുടെ എല്ലാവരും അവരെ ഈ സ്ത്രീയെ വളരെ നന്നായിട്ട് നോക്കാൻ തുടങ്ങി. ഈ സ്ത്രീ തൊടുന്നതെല്ലാം പൊന്നായി. വിവരം എവിടെ പോയി? രാജാവിൻ്റെ അടുത്തെത്തി. അപ്പോൾ ആൾക്കാർ, സപ്താഹത്തിന് ആൾക്കാർ കുറഞ്ഞു വരാൻ തുടങ്ങി. എല്ലാവരും ഇവിടെ തടിച്ചുകൂടി, സപ്താഹത്തിന് ആരുമില്ല. അവിടെ സപ്താഹത്തിന് ഇത്രയും ദിവസം ഭയങ്കര റഷായിരുന്നു. ഇപ്പൊ എല്ലാവരും ഈ ബ്രാഹ്മണന്റെ വീട്ടിലായി. അവസാനം എന്തായി? ഈ കാര്യം രാജാവ് പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, എൻ്റെ വീട്ടിലാണ്, എൻ്റെ രാജകൊട്ടാരത്തിലാണ് ഇങ്ങനെ സ്ത്രീ വേണ്ടത്, വേറെ പാവപ്പെട്ട വീട്ടുകാരിലല്ല. അപ്പൊ അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് രാജാവ് കൽപ്പന ചെയ്തു. അപ്പൊ ഈ സ്ത്രീ ചെന്നു, വീട്ടിൽ ചെന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇവിടുത്തെ പാത്രങ്ങളെല്ലാം തൊടാൻ വേണ്ടി പറഞ്ഞു. എല്ലാം എന്തായി? സ്വർണമായി. രാജാവും പറഞ്ഞു, ഇനി ഇവിടെ നിന്ന് പോവുകണ്ട, രാജകൊട്ടാരത്തിലെ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്താം, ഇവിടുന്ന് പോവുക വേണ്ട. അപ്പോ ഇവിടെ കഥാകാരൻ ആരാണ്? ഈ ഭാഗവത സപ്താഹത്തിന് വന്ന ആളവിടെ ആരും ഇല്ലാണ്ട് വെറുതെ ഇരിക്കുക, മറ്റാളില്ല, എല്ലാവരും ഇവിടെയാണ്. രാജാവ് ചെന്ന് പറഞ്ഞു, ക്ഷമിക്കണം ഭാഗവതരെ, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഭാഗവത്തിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് വേണ്ടുന്ന സ്വർണം എല്ലാം ഇവിടെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അടുത്ത കൊല്ലം നമുക്ക് നോക്കാം, ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വിളിക്കാം. അപ്പോൾ ഈ എന്താ പറയുക, ഭാഗവതം വായിക്കുന്ന ആചാര്യൻ പറഞ്ഞു, എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും എന്നെ എൻ്റെ സ്ഥലത്ത് കൊണ്ടാക്കണം. അതൊന്നും പണ്ട് കാര്യമില്ല, ഇപ്പൊ ഞങ്ങൾക്ക് സമയമില്ല, ഈ സമയമില്ല എന്ന് പറഞ്ഞിട്ട് രാജാവ് വരണം. കാരണം വെച്ചാൽ രാജാവിന് എന്താണ്? ഭൗതികമായിട്ടുള്ള സ്വത്താണ് വേണ്ടത്. അപ്പൊ ഇവര് ഭാഗവതം വായിക്കുന്ന എന്തിനാണ്? ആത്മീയ ഉന്നമനത്തിന് വേണ്ടിയിട്ടല്ല. ഉടനെ ഇത് പറഞ്ഞ ഉടനെ ഈ ഭാഗവത ആചാര്യൻ തൻ്റെ സ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ്. എന്താണ്? പരമശിവനായിരുന്നു. ഈ സ്ത്രീ, ഭിക്ഷയാചിച്ച് വന്ന സ്ത്രീ ആരായിരുന്നു? പാർവതി ദേവിയായിരുന്നു. അപ്പൊ അവരവിടുന്ന് വിട്ടുപോന്നു, പരമശിവന്റെ അടുത്ത് വന്നു. അതോ വിഷ്ണു ലക്ഷ്മി ഓർമ്മയില്ല, വിഷ്ണു ലക്ഷ്മി അല്ലെങ്കിൽ ശിവൻ പാർവതി ആരാണ് എനിക്ക് എക്സാക്ട് ഓർമ്മയില്ല. അപ്പൊ അവര് തിരിച്ചു വന്നപ്പോ ഈ ടച്ച് ചെയ്തിട്ടുള്ള സ്വർണമായതെല്ലാം പഴയ രൂപത്തിലായി. അതെല്ലാം സ്വർണത്തിന് പഴയ രൂപത്തിലായി. ആ സ്ത്രീ അവിടുന്ന് വന്നപ്പോൾ അവരെല്ലാം വിഷമിച്ചു. ചുരുക്കത്തിൽ പറയാൻ കാരണം, നമ്മളെല്ലാം ഈ ചെയ്യുന്നതെല്ലാം, ഭാഗവത സപ്താഹമായാലും ശരി, വേറെ എന്ത് റിച്വൽസ് ആയാലും, നമ്മളിതെല്ലാം നമ്മളുടെ ഭൗതിക സുഖത്തിന്, ഭൗതിക ലാഭത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അല്ലാണ്ട് ആധ്യാത്മിക തലത്തിൽ ഉയരാൻ വേണ്ടിയിട്ടല്ല. ഇവിടെ ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നതും ഭഗവാനെ സ്തുതിക്കുന്നതും എല്ലാം നമ്മളുടെ ആധ്യാത്മിക തലത്തിലെ ഉന്നമനത്തിന് വേണ്ടിയിട്ടായിരിക്കണം, അല്ലാണ്ട് ഭൗതിക സുഖത്തിനായിരിക്കരുത്. അതുകൊണ്ട് കാര്യമില്ല. ഭൗതിക സുഖം, ദുഃഖം നമ്മളുടെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നും പോയിക്കൊണ്ടിരിക്കും. സുഖം എങ്ങനെ വരുന്നു? അതിനെ നമ്മൾ ക്ഷണിക്കുന്നില്ല,
അതേപോലെ ദുഃഖത്തിനും നമ്മൾ ക്ഷണിക്കുന്നില്ല. നമ്മളുടെ കർമ്മഫലം അനുസരിച്ച് അത് വന്നും പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഭഗവാന്റെ നാമം ചൊല്ലിയാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ആധ്യാത്മിക തലത്തില് ഉന്നമനം സംഭവിക്കും. അതുമാത്രമല്ല, നമുക്ക് ഭഗവത് ധാമിലേക്ക് പോകാനും പറ്റും. ഇതാണ് കുലശേഖര ആൾവാർ ഇവിടെ പറയുന്നത്. ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമ ഇവ കേവലം കലവും നാസ്തിയേവ നാസ്തിയേവ ഗതിരന്യത. കലികാലത്തില് വേറെ യാതൊരു വഴിയില്ല, ഹരിനാമം മാത്രമാണ്. ഹരിനാമം മാത്രം. അത് 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. നമ്മൾ കൂടുതൽ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിന്റെ പ്രാധാന്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ കലികാലത്തില് ഈ ഹരിനാമം അല്ലാണ്ട് നമ്മളെ ഇവിടുന്ന് ഉദ്ധരിക്കാനുള്ള വേറെ ഒരു പോംവഴിയില്ല, വേറെ ഒരു വഴിയില്ല എന്നാണ് പറയുന്നത്. The Supreme Personality of Godhead manifests innumerable inconceivable qualities. അപ്പോൾ ഓരോ പേരിലും ഭഗവാന്റെ അനന്തമായിട്ടുള്ള ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്, ശക്തി അടങ്ങിയിട്ടുണ്ട്. And to remember and glorify these qualities, his devotees address him by innumerable names. അപ്പോൾ ഓരോ പേര് വിളിക്കുമ്പോഴും നമുക്ക് ഉടനെ ഭഗവാന്റെ ആട്രിബ്യൂട്ട്സ്, ഡിഫറെന്റ് ക്വാളിറ്റീസ് നമുക്ക് ഓർമ്മ വരുന്നു. അതാണ് പല നാമത്തിലും ഭഗവാനെ നമ്മൾ സംബോധന ചെയ്യുന്നത്. The names themselves are fully invested with the power of the Lord. Okay, as Lord Chaitanya states in his Shikshashtakam, Namna Makari Bahuda Nija Sarva Shaktis Tatrarpida Niyamita Smaranena Kala. Namnam Akari Bahuda Nija Sarva Shakti. ആ നാമങ്ങളില് ഭഗവാന്റെ എല്ലാ ശക്തിയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലേ? അതാണ് നാം അകാരി ബഹുദ നിജ സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണേന കാല. അപ്പൊ ഈ നാമങ്ങൾ ജപിക്കാൻ നിയമവും കാലവും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഭഗവാന്റെ ഈ നാമം ജപിക്കാൻ ഒരു ദേശകാല പാത്രമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആർക്കും എപ്പോഴും ഭഗവാന്റെ നാമം ഉച്ചരിക്കാം. സ്പെസിഫിക്കലി ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ വേണ്ടിയിട്ട് യാതൊരു നിയമവും ഇല്ല. So, oh my Lord, O Supreme Personality of Godhead, in your holy name there is all good fortune for the living entity, and therefore you have many names such as Krishna and Govinda, by which you expand yourself. You have invested all your potencies in those names, and there are no hard and fast rules for chanting them. വേദമന്ത്രങ്ങൾ ചാൻറ്റ് ചെയ്യാൻ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. എല്ലാവർക്കും വേദമന്ത്രങ്ങൾ ചെല്ലാൻ പാടില്ല. അതിനുള്ള യോഗ്യത നമുക്ക് വേണം, അതിൻ്റെ പ്യൂരിറ്റി നമുക്ക് വേണം. അതിന് ദേശകാലം പാത്രം എല്ലാം നോക്കണം, എന്നാൽ മാത്രമേ വേദമന്ത്രങ്ങൾ. പക്ഷെ ഭഗവാന്റെ ദിവ്യനാമങ്ങൾ, അതുകൊണ്ട് സ്പെസിഫിക്കലി ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാൻ യാതൊരു നിയമങ്ങളും ഇല്ല. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. No hard and fast rules for chanting them. Sri Yamunacharya, who appeared in the same sampradaya as King Kulashekara, composed a verse lamenting that although the Lord is fully accessible by his many names and qualities, the non-devotees do not approach him, and thus they bring about their own destruction. In Bhagavad Gita 7.15, Lord Krishna summarizes the types of person who do not surrender to them. അപ്പൊ യമനാചാര്യ ശ്രീ സമ്പ്രദായത്തിലെ ഒരു പ്രധാനപ്പെട്ട ആചാര്യനാണ്. രാമാനുജാചാര്യന്റെയും കൂടി ഗുരുവാണ് അദ്ദേഹം. ഈ ശ്രീ സമ്പ്രദായത്തിൽ കുലശേഖർ ആൾവാർ ജനിച്ചിട്ടുള്ള അതേ സമ്പ്രദായത്തിലുള്ള ആചാര്യനാണ്. അദ്ദേഹം അങ്ങനെ ലാമെന്റ് ചെയ്യാണ്, വിഷമിക്കുകയാണ്. അതായത് ഭഗവാനെ എല്ലാവർക്കും സമീപിക്കാൻ പറ്റും ഭഗവാന്റെ നാമം ഉച്ചരിച്ചിട്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അഭക്തന്മാര് ഇത് ചെയ്യില്ല. ഇത്ര ക്ലിയർ ആയിട്ട് നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടും അവര് ഈ അവരുടെ നാവ് ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ അവര് ശ്രമിക്കില്ല. കാരണം അവർക്ക് അതിനുള്ള ഭാഗ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവത്ഗീതയിലെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, 4 തരത്തിലുള്ള ആൾക്കാരെ എന്നെ സമീപിക്കില്ല. അതാണ് പറയുന്നത്. നമാം ദുഷ്കൃതനോ മൂഢ പ്രപദ്യന്തേ നരാധമ മായയാ പ്രഹൃതജ്ഞാന ആസുരം ഭാവം ആശ്രിത. നമാം എന്നെ ദുഷ്കൃതന്മാര്, മൂഢന്മാര്,
എന്നെ സമീപിക്കൽ ആരാണ്? മൂഢ, ഗ്രോസ്ലി ഫൂളിഷ്, മൂഢന്മാരാണ്. പ്രഭാത എപ്പോഴും പറയാറുണ്ട് ചില ആൾക്കാരെ, ഇതൊന്നും മനസ്സിലാക്കാത്ത ആൾക്കാരെ മൂഢ, റാസ്കൽസ് എന്ന് പറയാറുണ്ട്. കാരണം എന്താണ്? ഭഗവത്ഗീതയും ഭാഗവതവും നമ്മുടെ ശാസ്ത്രങ്ങളും അതാണ് പറയുന്നത്. ദേ ആർ റാസ്കൽസ്. കാരണം അവർക്ക് ബുദ്ധിയില്ല. ബുദ്ധിയില്ലാത്തവരെ വിളിക്കുന്ന ആ സാൻസ്ക്രിറ്റ് വേർഡാണ് മൂഢൻ. അപ്പൊ പ്രഭാതോട് പല സമയത്തും ഭക്തന്മാർ ചെയ്തിട്ടുണ്ട്, പ്രഭാത് വൈ ആർ യൂസിങ് ദിസ് വേർഡ് റാസ്കൽ? ഇറ്റ്സ് നോട്ട് മീ. Shastra says that those who are unintelligent, those who doesn't surrender to Supreme Lord, they are rascals. I'm just repeating what Shastra says. എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്, അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരാളോടും ഒരു ഉദ്ദേശവും ഇല്ല, ഒരു ശത്രുതയില്ല അവരെ ഈ വാക്കുകൊണ്ട്. ഈ ശാസ്ത്രത്തിൽ എല്ലാം വളരെ വിശദമായിട്ട് തന്നിട്ടുണ്ടെങ്കിലും ഇതൊന്നും മാനിക്കാതെ, ഇതൊന്നും വിശ്വസിക്കാതെ, ഇതിന്റെ നിർദ്ദേശങ്ങളെ നമ്മൾ സ്വീകരിക്കാതെ ജീവിക്കുന്ന ആൾക്കാരെ ശാസ്ത്രം പറയുന്ന പേരാണ് മൂഢ. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് റാസ്കൽ. അത്രേ ഉള്ളൂ. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നു. അതാണ് പ്രഭാത പറയുന്നത്. നമാം ദുഷ്കൃതനോ മൂഢ പ്രബദ്ധ്യന്തേ നരാധമ. നരാബ, ഗ്രോസ്ലി ഫുളിഷ്, അധമൻ, നരന്മാരിൽ അധമന്മാരായിട്ടുള്ള, ലോവസ്റ്റ് ഓഫ് ദ മാൻകൈൻഡ്. ആൻഡ് പിന്നെ മായ പ്രഹൃതജ്ഞാന, മായ കൊണ്ട് അവരുടെ ജ്ഞാനം അപഹരിച്ചു. അവർക്ക് ജ്ഞാനമില്ല മായ കാരണം. ഈ ലോകം എൻ്റെ ആസ്വാദനത്തിനാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരെന്താണ്? മായ അപഹൃതജ്ഞാനം. മായ കൊണ്ട് അവരുടെ ജ്ഞാനം മോഷ്ടിച്ചെടുത്തു, അപഹരിച്ചെടുത്തു. പിന്നെ ആസുരം ഭാവമാശ്രിത, ആസുരം എത്തിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ, അതായത് അസുരന്മാര്, ഭഗവാനില് വിശ്വാസമില്ലാത്ത ആൾക്കാർ. ഈ 4 തരത്തിലുള്ള ആൾക്കാരെ എന്നെ സമീപിക്കില്ല. ഗ്രോസ്ലി ഫുളിഷ്, ലോവസ്റ്റ് among the mankind, whose knowledge is stolen by illusion and who partake the atheistic nature of demons, do not surrender unto me. അപ്പോ ഭഗവാന്റെ നാമം ഉച്ചരിക്കാത്ത ആൾക്കാരെ ഈ ഏതെങ്കിലും ഒരു കാറ്റഗറി, 4 കാറ്റഗറി പറഞ്ഞിട്ടുണ്ട്. ഗ്രോസ്ലി ഫുളിഷ്, lowest of the mankind, whose knowledge is stolen by illusion and who partake the atheistic nature of demons. ഈ ഏതെങ്കിലും ഒരു കാറ്റഗറി. ഇപ്പൊ നമുക്ക് നല്ല അനുഭവം എനിക്കുണ്ട്, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഒരാളെ, എസ്പെഷ്യലി നമ്മളുടെ ധർമ്മം ആചരിക്കുന്ന ആൾക്കാരെ നമ്മൾ ടെലിഫോണിൽ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ കാണുമ്പോഴോ നമ്മൾ ഹരേ കൃഷ്ണ പറയും. നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യുക? തിരിച്ചിട്ട് ഹരേ കൃഷ്ണ എന്ന് എക്സ്പെക്ട് ചെയ്യും അല്ലേ? നമ്മൾ ഗുഡ് മോർണിംഗ് ഒരാൾ പറയും, നമ്മൾ തിരിച്ച് ഉടനെ ഗുഡ് മോർണിംഗ് പറയും. ഇപ്പം ഞാൻ ഒരാളുടെ ഹരേ കൃഷ്ണ പറയുമ്പോൾ അവർ വേറെ വല്ലതും പറയും, ഹരേ കൃഷ്ണ പറയില്ല. എന്തോ അവർക്ക് ഒരു അവജ്ഞ ഹരേ കൃഷ്ണ എന്നുള്ള ഇതിനോട്. ഹരേ കൃഷ്ണ പറയില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് പറയും. ചിലപ്പോൾ എല്ലാം മിണ്ടാതിരിക്കും, ഒന്നും പറയില്ല. എന്നാലും ഞാൻ വീണ്ടും പറയും. എപ്പോ വിളിക്കുമ്പോഴും എപ്പോ കാണുമ്പോഴും ചില ആൾക്കാര് അതിന് മറുപടി പറയില്ല ഹരേ കൃഷ്ണ പറഞ്ഞിട്ട്. ശരിയാ പ്രഭു, അല്ലേ? അനുഭവം വന്നില്ലേ? അങ്ങനെയെങ്കിലും അവർക്കൊരു ഭാഗ്യം കിട്ടിക്കോട്ടെ വെച്ചിട്ട് നമ്മൾ ഹരേ കൃഷ്ണ എന്ന് പറയുന്നത്. കൃഷ്ണ എന്ന് ഒരു പ്രാവശ്യം ഉരുവിട്ടാൽ അത്രയും സുഹൃതം അവർക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. നമ്മളും പറയുന്നു, അവരും അവരെ കൊണ്ടും പറയിപ്പിക്കുന്നു. പക്ഷെ അവരുടെ ആ സുഹൃതി അത്രയും കൂടി ഇല്ല. തിരിച്ച് ഒരു ഹരേ കൃഷ്ണ എന്ന് പറയാൻ അവർക്ക് ആ സുഹൃതി ഇല്ലാന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ആൾക്കാരാണ്, വേറെ ആരുമല്ല, മറ്റാൾക്കാരോട് പറയുന്നില്ല. ഇതാണ്. അപ്പോ അവരെല്ലാം ഈ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. ഭഗവാന്റെ നാമം ഉച്ചരിച്ച് എന്താണ് നഷ്ടപ്പെടാൻ പോകുന്നത്? ഈഗോ അല്ലേ? സോ ദോസ് മിസ്ക്രിയൻസ്. സോ ആസ് His Divine Grace Srila Prabhupada traveled worldwide, spreading the Krishna consciousness movement. He noted that most people could not understand the simplest rudiments of transcendent knowledge. അതായത് ഫൗണ്ടേഷൻ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്കറിയില്ലായിരുന്നു. പ്രഭുപാദ കൃഷ്ണ കോൺഷ്യസ് മൂവ്മെന്റ് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് തുടങ്ങിയത്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഒരു നോളജ് ഉണ്ടായിരുന്നില്ല.
The first lesson of spiritual knowledge is that the self is not the body, but rather the soul, and that therefore the soul is a truly important thing. അപ്പൊ ആദ്യമായിട്ടുള്ള ലെസൺ ഈവൻ ഭഗവത്ഗീതയിലും നമുക്ക് ആ ആദ്യത്തെ ചാപ്റ്റർ കഴിഞ്ഞ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ആരാണെന്നാണ് പഠിപ്പിച്ചായിരുന്നത്. രൂപഗോസ്വാമി സനാതന ഗോസ്വാമിയും ആരും ആദ്യം ചൈതന്യ മഹാപ്രഭുവിനെ കണ്ട ഉടനെ പറഞ്ഞതാണ്, ചോദിച്ചാണ്, ഞാൻ ആരാണ് പറഞ്ഞു തരൂ. എല്ലാവരും ഞങ്ങളെ വളരെ സ്കോളറാണ്, ഫിലോസഫറാണ് പറഞ്ഞ് ഞങ്ങളെ പോരുത്. പക്ഷേ എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞാൻ ആരാണ്, ഞങ്ങൾ ആരാണെന്നും കൂടി അറിയില്ല. അതുകൊണ്ട് അങ്ങ് അത് പറഞ്ഞു തന്നാലും എന്നാണ് ചൈതന്യ മഹാപ്രഭു. അവർക്ക് അറിയാഞ്ഞിട്ടില്ല, അവരെ ആ പൊസിഷൻ എടുത്തിരിക്കുകയാണ്. അവര് ത്രൂ നമ്മൾക്ക് ഈ ജ്ഞാനം പകർന്നു തരാൻ വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭു രൂപ സനാതന ഗോസ്വാമിയർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മൾക്ക് പറഞ്ഞു തരാണ്. അവരൊരു ഇൻസ്ട്രുമെന്റ് ആവാണ്. അപ്പൊ അവർ ആ പൊസിഷൻ എടുക്കുകയാണ് നമ്മളെ പോലെ നമുക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവര് ഭഗവാന്റെ പാർഷദന്മാരാണ്, ഭക്തന്മാരാണ്, മഞ്ചരിമാരാണ്. അവർക്ക് അറിയാഞ്ഞിട്ടോ അല്ല. അപ്പൊ അവര് നമുക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. നമ്മളുടെ ചോദ്യമാണതെല്ലാം. ഞാൻ ഈ ശരീരമാണോ, ഞാൻ എൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അതാണോ, ഞാൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഞാൻ വൈറ്റ്, ഞാൻ ബ്ലാക്ക്, അതാണോ? അല്ല, ഇതെല്ലാം ടെമ്പററി ആണ്. അപ്പൊ ആദ്യത്തെ റുഡിമെന്റൽ നോളേജ്, ബേസിക് നോളേജ്, ഫൗണ്ടേഷണൽ നോളേജ് പറഞ്ഞാൽ ഐ എം നോട്ട് ദിസ് ബോഡി, ഐ എം ദ സ്പിരിറ്റ് സോൾ. അതാണ് ആദ്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. And that therefore the soul is a truly important thing. അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതാണത് ശരീരത്തിനാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? ശരീരത്തിനെ പുഷ്ടിപ്പെടുത്താണ് ചെയ്യുന്നത്, അല്ലേ? ആത്മാവിനെ മറക്കുന്നു. പ്രഭാത് പറയുന്ന പോലെ സ്വർണ്ണക്കൂടിലാണ് പക്ഷി. ആ സ്വർണ്ണക്കൂടിനെ മിനുക്കി ഇരിക്കുന്നു, അതിനെ ക്ലീൻ ചെയ്തിരിക്കുന്നു. പക്ഷിക്ക് ധാന്യം കൊടുക്കുന്നില്ല. 2-3 ദിവസം കഴിഞ്ഞാൽ പക്ഷി മരിക്കും. അതേപോലെ നമ്മൾ നമ്മുടെ ശരീരത്തിനെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 40, 50, 60 മാക്സിമം 100 വർഷം കഴിഞ്ഞാൽ അത് പോയി, അല്ലേ? ടാറ്റ ബൈ ബൈ, ഹരിബോൽ. ശരീരം പോയി, പക്ഷെ നമ്മുടെ സോള് നശിക്കുന്നില്ല. അപ്പൊ സെൽഫ് ആർക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? സോളിന്. പക്ഷെ അത് നമ്മൾ നിർഭാഗ്യവശാൽ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കിയാലും അത് പ്രകാരം നമ്മൾ ജീവിക്കുന്നില്ല. So, but in Western countries, even among the scholarly elite, people do not understand the nature of soul, and therefore they fail to understand the real mission of human life, understanding God. So, പാശ്ചാത്യ രാജ്യത്തിലെ ഈ ആത്മാവിനെ പറ്റിയിട്ടുള്ള യാതൊരു ഗ്രാഹ്യം അവർക്കില്ല. അതുകൊണ്ട് അവരുടെ ഈ മനുഷ്യ ജന്മം തന്നെ പാഴായി പോവാണ്. ഭഗവാനെയോ മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധി അവർക്കില്ലാതെ പോയി. അതുകൊണ്ടാണ് പ്രഭുപാദ അവിടുന്ന് തുടങ്ങിയത്. മെറ്റീരിയലി വളരെ ഓപ്പുലൻ്റ് ആണ് പാശ്ചാത്യ ദേശം, അല്ലെ? അമേരിക്ക, യൂറോപ്യൻ കൺട്രീസ് എല്ലാം മെറ്റീരിയലി വളരെ ഓപ്പുലൻ്റ് ആണ്. പിന്നെ ഇന്ത്യൻസിന് ചെറിയൊരു അസുഖമുണ്ട്. എന്താണ് പാശ്ചാത്യർ ചെയ്യുന്നത്? അതിനെ ഇമിറ്റേറ്റ് ചെയ്യുക, അല്ലേ? അതാണ് നമ്മൾ ചെയ്യുന്നത്. അവര് നമ്മുടെ ഇത് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ നമ്മളിപ്പോഴും അവരാവാൻ ശ്രമിക്കുകയാണ്. അവർ വിട്ടു, അവരുടെ വെസ്റ്റേൺ കൾച്ചറൊക്കെ വിട്ടിട്ട് നമ്മുടെ കൾച്ചറിലേക്ക് വരാൻ ശ്രമിക്കുന്നു. നമ്മൾ ഉൾട്ട അവരുടെ കൾച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അവരെന്താണ് ചെയ്യുന്നത്? അത് ഇന്ത്യൻസ് ഇമിറ്റേറ്റ് ചെയ്യും. അതുകൊണ്ട് പാശ്ചാത്യ ദേശത്ത് നിന്ന് അമേരിക്കയിൽ പോയിട്ട് ന്യൂയോർക്കിൽ നിന്ന് തുടങ്ങിയപ്പോൾ അവർ ഇതെല്ലാം സങ്കീർത്തനവും നൃത്തവും ഹരിനാമം ചൊല്ലലും എല്ലാം തുടങ്ങിയപ്പോൾ ഇന്ത്യൻസും പതുക്കെ പിടിച്ചു. അതുകൊണ്ടല്ലേ അവിടുന്ന്. അപ്പൊ ഇനീഷ്യലി എല്ലാ ഡിവോട്ടീസും ആരാണ്? അമേരിക്കൻസ്, യൂറോപ്യൻസ്. അവരിവിടെ വന്ന് വൈറ്റ് എലിഫൻസ് എന്ന പ്രഭാത അവർ പറയുന്നത്. ഇവിടെ വന്ന് ഇന്ത്യയിൽ വന്നിട്ട് കീർത്തനവും ഡാൻസൊക്കെ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും അത്ഭുതം. അപ്പോൾ ഇന്ത്യൻസും അതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലെ ആ ഒരു ഫിലോസഫി അവർക്കറിയില്ല ഈ ആത്മാവിനെ പറ്റിയിട്ട്. സോ വൺ ഹു കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ സോൾ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഗോഡ്. നമ്മുടെ ആത്മാവിനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പരമാത്മാവിനെയും മനസ്സിലാക്കാൻ പറ്റില്ല. ഫോർ ദ സോൾ ഈസ് എ മൈന്യൂട്ട് പാർട്ടിക്കിൾ ഓഫ് ഗോഡ്, ആൻഡ് ഫെയിലിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ദ പാർട്ടിക്കിൾ വൺ ഫെയിൽസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹോൾ. അപ്പോൾ അംശത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ പിന്നെ പൂർണ്ണ രൂപത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Instead of even trying to understand the spirit soul, most people ignore it, or even worse, deny its existence
എൻറ്റയർലി. നമ്മൾ മനസ്സിലാക്കുന്നത് പോട്ടെ, അതില്ല. പക്ഷെ അവർ അതിനെ ഡിനൈ ചെയ്യുന്നു, അതിന്റെ എക്സിസ്റ്റൻസ് തന്നെ, അതിന്റെ അസ്തിത്വം തന്നെ അവര് ഇഗ്നോർ ചെയ്യുന്നു, അതില്ല എന്ന് തന്നെ പറയുന്നു. ആൻഡ് ഗോഡ്ലെസ് സയന്റിസ്റ്റ് എൻകറേജ് ദ പീപ്പിൾ in their ignorance by propounding the theory that life arises from matter. അപ്പോൾ എത്തിസ്റ്റിക് മെന്റാലിറ്റി ഉള്ള ആൾക്കാർ, സയന്റിസ്റ്റ് എസ്പെഷ്യലി, അവരെന്താണ് പറയുന്നത്? ലൈഫ് കംസ് ഫ്രം മാറ്റർ. ഓക്കെ, പ്രഭാതയുടെ ചെറിയ ബുക്കുണ്ട്, ലൈഫ് കംസ് ഫ്രം ലൈഫ്. ഓക്കെ, ജഡവസ്തുക്കളിൽ നിന്ന് ലൈഫ് ഉണ്ടാവില്ല. ലൈഫിനെ വേറെ ലൈഫ് കൊടുക്കാൻ പറ്റും. അങ്ങനെ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഇതുവരെ ഒരു ഒരു ചെറിയ പ്രാണിയും കൂടി അവർക്ക് സൃഷ്ടിക്കാൻ പറ്റിയിട്ടില്ല? ഒരുപാട് ഇവിടെ ധാതുക്കളുടെ എലിമെന്റ്സ് ഉണ്ട് അല്ലെ, കെമിക്കൽസ് ഉണ്ട് ഒരുപാട്. ഇതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് എന്തുകൊണ്ട് ഒരു ഉറുമ്പിനെ അല്ലെങ്കിൽ ഒരു മോസ്കിറ്റോനെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല? പറ്റില്ല. എന്നുവെച്ചാൽ ലൈഫ് കനോട്ട് കം ഫ്രം മാറ്റർ. ജഡവസ്തുക്കളിൽ നിന്ന് ജീവനുള്ള വസ്തുക്കളെ ഉണ്ടാക്കാൻ പറ്റില്ല. ജീവന് മാത്രമേ ജീവൻ കിട്ടുള്ളൂ. ലൈഫ് കംസ് ഫ്രം ലൈഫ്. Srila Prabhupada decried this atheistic theory and exposed the fact that it could not be proved. ഇത് തെളിയിക്കാൻ പറ്റില്ല. ലൈഫ് കംസ് ഫ്രം മാറ്റർ എന്നുള്ളത് ഒരു കാലത്തും തെളിയിക്കാൻ പറ്റില്ല. It cannot come from matter. Thus he said that civilized countries, especially in the West, were living in a fool's paradise. വിഡ്ഢികളുടെ ലോകത്താണ്, സ്വർഗത്തിലാണ് അവർ. അതായത് ഒരു കാലത്ത് ഒരു പോസ്റ്റേറ്റഡ് ചെക്ക്, പോസ്റ്റേറ്റഡ് ചെക്ക് കൊടുക്കാണ്. 10 കൊല്ലം കഴിഞ്ഞിട്ടുള്ള, 20 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റേറ്റഡ് ചെക്ക്. എന്താണ് ഗ്യാരണ്ടി അത് എൻകാഷ് ആവാൻ പറ്റുന്നുള്ളത്? അതേപോലെ ഇവരും പറയുന്നു ഇൻ ഫ്യൂച്ചർ വിൽ പ്രൂവ്. ഇപ്പൊ ഫ്യൂച്ചറിൽ പോകുന്ന വൈ നോട്ട് നൗ? അതായത് ലൈഫ് കമ്മിങ് ഫ്രം മാറ്റർ എന്നുണ്ട് എന്തുകൊണ്ട് ഇപ്പൊ പ്രൂവ് ചെയ്യാൻ പറ്റില്ല? ഒരു പോസ്റ്റേറ്റഡ് ചെക്ക് കൊടുക്കുന്ന പോലെ അത് പണം കിട്ടുമോ കിട്ടില്ല നമുക്കറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ ദേ ആർ ലിവിങ് ഇൻ ഫൂൾസ് പാരഡൈസ് എന്നാണ് പറയുന്നത്. കിങ് കുലശേഖര നോട്ട്സ് ദാറ്റ് വി ഇഗ്നോർ ഗോഡ് ആൻഡ് ഹിസ് മെനി നെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് അറ്റ് അവർ പെരിൽ. അപ്പൊ നമ്മുടെ ഭഗവാന്റെ നാമങ്ങളെയും ഭഗവാനെയും നമ്മൾ ഇഗ്നോർ ചെയ്താൽ, അതിനെ തിരസ്കരിച്ചാൽ നമ്മളെ തന്നെ ആപത്തിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ദിസ് പെരിൽ ഈസ് നോട്ട് ഓൺലി ഇൻഡിവിജ്വൽ ബട്ട് കളക്റ്റീവ്. ഇത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടല്ല, ഒരു മാസ് ആയിട്ട് കളക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ. ഇത് ഒരാളെ മാത്രം ബാധിക്കുന്നില്ല, എല്ലാവരും ബാധിക്കും. അപ്പോൾ ഒരു ലീഡർ, ഒരു സയന്റിസ്റ്റ് പറയുകയാണെങ്കിൽ ബാക്കി കോമൺ ആയിട്ടുള്ള ആൾക്കാരെല്ലാം അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നു. അപ്പൊ ഒരു വ്യക്തിയെ മാത്രമല്ല ഇത് ബാധിക്കുന്നത്, ഇതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ബാധിക്കുന്നു. മെറ്റീരിയലിസ്റ്റ് ട്രൈ ടു ലിവ് ഇൻ എ ടെക്നോളജിക്കൽ പാരഡൈസ്. അവർക്ക് എന്താണ് ടെക്നോളജി അല്ലേ? ടെക്നോളജി അവരുടെ ഡെവലപ്മെന്റ് ആണ്. അതാണ് അവർ കൂടുതൽ മെറ്റീരിയൽ ഡെവലപ്മെന്റ് വേണം, മെറ്റീരിയൽ കംഫർട്ട് വേണം, ഭൗതിക തലത്തിലുള്ള സുഖം വേണം. ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി എങ്ങനെ ഉണ്ടായി, ഇതൊന്നും അവർക്ക് അറിയാനുള്ള താല്പര്യമില്ല. ഇതെല്ലാം ബിഗ് ബാങ് തിയറി. ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായി, അപ്പൊ ഈ കുറെ പ്ലാനറ്റ്സ് ഒക്കെ വന്നു, കുറെ ജീവജാലങ്ങൾ ഉണ്ടായി, ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള തിയറിയൊക്കെ അവർ പറഞ്ഞു കൊടുക്കും. ബട്ട് ദ പാരഡൈസ് ഇസ് ലോസ്റ്റ് വെൻ വാർ ബ്രേക്സ് ഔട്ട് ഓർ അതർ കലാമിറ്റി സ്ട്രൈക്ക്. അപ്പൊ നമ്മൾ എത്ര തന്നെ ഭൗതിക തലത്തിലുള്ള അഡ്വാൻസ്മെന്റിലേക്ക് പോയാലും ശരി, ഒരു യുദ്ധം അല്ലെങ്കിൽ കുറച്ച് നാച്ചുറൽ കലാമിറ്റി, ഒരു സുനാമി, ഒരു ഹറിക്കെയിൻ, ഒരു എർത്ത് ക്വേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പോയി. നമ്മുടെ എന്ത് തന്നെ കമ്പ്യൂട്ടർ ഉണ്ടായാലും ശരി, എന്ത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായാലും ശരി, എവറിത്തിങ് ഈസ് ലോസ്റ്റ്. ഒരു കാര്യമില്ല. Although Srila Prabhupada noted that fools become angry when called fools, he never hesitated to boldly criticize the foolish materialists in his books and lectures. അപ്പോൾ അവരെ റാസ്കൽസ് അല്ലെങ്കിൽ ഫൂൾസ് എന്ന് വിളിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും. പക്ഷേ പ്രഭുപാദ ഹെസിറ്റേറ്റ് ചെയ്യില്ല, അതിന് ഒരിക്കലും മടി കാണിക്കാറില്ല. ഫൂൾസിനെ ഫൂൾസ് തന്നെ വിളിക്കും. പ്രഭുപാദ he was so bold. ഓക്കെ, അവിടെ പോയിട്ട് അമേരിക്കയിൽ പോയിട്ട് അവരുടെ ആൾക്കാരെ പ്രഭുപാദ യുവർ ഫൂൾസ്, നമ്പർ 1 fools, number 1 rascals. Why? Because you don't try to understand who you are, who God is,
അതുകൊണ്ട് fools. So he never hesitates. But he didn't simply criticize. വെറുതെ criticize അല്ല ചെയ്തത്. He offered the teachings and the example that can bring relief to the whole world. വെറുതെ ക്രിട്ടിസൈസ് ചെയ്യുമല്ല, പക്ഷെ അതിൻ്റെ കാരണങ്ങളും പറഞ്ഞു കൊടുത്തു. എന്താണ് ശരി, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം നമ്മളുടെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ആ ഒരു കമ്പാഷനും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വെറുതെ ഒരാളെ കുറ്റപ്പെടുത്തല്ല ചെയ്യുന്നത്. അവർക്ക് അവരുടെ പരിവർത്തനത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും, ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ആത്മീയമായ തലത്തിലുള്ള എല്ലാ കാര്യങ്ങളും പ്രഭുപാദ അവർക്ക് പറഞ്ഞു കൊടുത്തു. അതാണ് കമ്പാഷൻ. ചില ആൾക്കാർ വെറുതെ അൺനെസറി ക്രിട്ടിസൈസ് ചെയ്യും, പക്ഷെ അവരെ ട്രാൻസ്ഫോം ചെയ്യാനോ അവരെ കറക്റ്റ് ചെയ്യാനോ ഒന്നും ശ്രമിക്കില്ല. ഇവിടെ പ്രഭുപാദ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ക്രിട്ടിസൈസ് പറഞ്ഞാൽ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമാണ്. അവരെ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് പ്രഭുപാദ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തത്. He taught the members of his international society for Krishna consciousness to live in a way that leaves ample time for spiritual advancement. അപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് ശിഷ്യന്മാർക്ക് നിർദ്ദേശം കൊടുത്തു, നമുക്ക് ആത്മീയ തലത്തിൽ എങ്ങനെ ഉന്നമനത്തിലെത്താം, അതായത് എങ്ങനെ നമുക്ക് അഡ്വാൻസ് ചെയ്യാം, അതിനുള്ള സമയം കൂടി നമ്മൾ കാണണം. നമ്മുടെ ഈ ഡിവോഷണൽ പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഹ്യൂമൻ ലൈഫിന്റെ പെർഫെക്ഷൻ സ്റ്റേജിലേക്ക് എത്താൻ പറ്റൂ എന്നും പറഞ്ഞു. സൊസൈറ്റി is meant to be an example for the whole world, a community whose members have reduced their problems and are simply interested in living a God-centered life. ഭഗവാനെ മധ്യം നിർത്തിക്കൊണ്ട് ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്തിട്ട് നമുക്ക് ഈ മനുഷ്യജന്മത്തിന്റെ പെർഫെക്ഷൻ സ്റ്റേജിലേക്ക് എത്താൻ പറ്റും. The four kinds of unsurrendered persons Krishna mentions in the Bhagavad Gita are not interested in surrendering to him. The devotees continue their efforts, satisfied to set the example their spiritual master has requested and to help conditioned souls wherever possible. അപ്പൊ ഈ 4 തരത്തിലുള്ള 4 കാറ്റഗറീസിലുള്ള ആൾക്കാരെ ഈ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും കൂടിയിട്ട് ഭഗവാന്റെ ഭക്തന്മാരെ അവരുടെ മാക്സിമം എനർജി, സമയം എല്ലാം അവരെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടും അവരെ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും അവർ ശ്രമിക്കും. അവർ ഒരു മിനിറ്റ് കൂടി പാഴാക്കില്ല. എങ്ങനെയെങ്കിലും ഒരാളെങ്കിലും നമുക്കൊരു ഭക്തനാക്കി മാറ്റിയാൽ അത്രയും നല്ലതല്ലേ. അപ്പൊ അതാണ് കൃഷ്ണ ഡിവോട്ടീസ് അവരുടെ they will not spare anything. ഈവൻ അവര് ബുദ്ധിമുട്ടാണ് വരാൻ, എങ്കിലും അവര്, കാരണം ചില ആൾക്കാർക്ക് ഇഗ്നോറൻസ് കൊണ്ടായിരിക്കും, അറിവില്ലായ്മ കൊണ്ടായിരിക്കും അവർ വരാത്തത്. പക്ഷേ ആ ശരിക്കുള്ള അറിവ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വരും. അപ്പൊ അതുകൊണ്ട് ഭക്തന്മാരാണ് അവര്. The 4 kinds of unsurrendered person Krishna mentions in Bhagavad Gita are not interested in surrendering. Devotees continue their efforts. അവര് പ്രയത്നം ചെയ്തുകൊണ്ടേയിരിക്കും. എന്തിനാണ്? To set the example their spiritual master has requested and to help conditioned souls. എവിടൊക്കെ ബദ്ധാത്മാക്കളെ സഹായിക്കാൻ പറ്റും അവിടെയൊക്കെ അവർ സഹായിക്കും. ഓക്കെ, ഔട്ട് ഓഫ് വേ പോയിട്ട് അതിന് എത്ര തന്നെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാലും ശരി, അവര് ആ കമ്പാഷൻ, ആ വെൽഫെയർ ആക്ടിവിറ്റി ഏറ്റെടുക്കും. അപ്പോൾ എന്താണ് വെൽഫെയർ ആക്ടിവിറ്റി? ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക, ഒരാൾക്ക് ധനസഹായം കൊടുക്കുക, ഒരാൾക്ക് വസ്ത്രം കൊടുക്കുക, ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക, ഇതെല്ലാം വെൽഫെയർ ആക്ടിവിറ്റി പെടുന്നു. പക്ഷേ the topmost welfare activity is to give Krishna consciousness to the conditioned souls. അപ്പോൾ ആ വെൽഫെയർ ആക്ടിവിറ്റിയാണ് ചൈതന്യ മഹാപ്രഭു, അതേപോലെ ആ സമ്പ്രദായത്തിൽ വരുന്ന എല്ലാ ആചാര്യന്മാരും, സ്പെസിഫിക്കലി നമ്മളുടെ പ്രീ എമിനന്റ് ആചാര്യ ശ്രീല പ്രഭുപാദ്, ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ്, ഓക്കെ, ഇസ്കോണിന്റെ പ്രീ എമിനന്റ് ആചാര്യ
സ്ഥാപകാചാര്യൻ ഈ ഇസ്കോൺ സ്ഥാപിച്ചതിലൂടെ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ ഫോളോവേഴ്സും ഡിസൈപ്പിൾസും എല്ലാം ഇതേ ഒരു പദ്ധതിയാണ്, ഇതേ ഒരു പ്രോഗ്രാമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ കുലശേഖർ ആൽവാറും അതന്നെയാണ് പറയുന്നത്, നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചിട്ട് നമുക്ക് ഈ ജന്മത്തിൽ തന്നെ നമുക്ക് ഭഗവത് ധാമിലേക്ക് പോകാൻ പറ്റും. അത് ഉച്ചരിക്കാൻ മടി കാണിക്കുന്ന ആൾക്കാര് അവരെ തന്നെ കുഴി തോണ്ടാണ് അല്ലേ? അവരുടെ നാശത്തിലേക്ക് അവർ തന്നെ നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടീച്ചിങ്സ്, ഈ നിർദ്ദേശങ്ങൾ ഭക്തന്മാർ നമുക്ക് തരുന്നു. ഓക്കെ, അത് നമ്മൾ പരിശീലിക്കുന്നു. മറ്റുള്ളവർക്ക് നമ്മൾ അത് പരിശീലിക്കുക മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് നമ്മളുടെ കഴിവിനനുസരിച്ച് ഇത് മറ്റുള്ളവർക്കും കൊടുക്കുന്നു. ഇതാണ് ഓരോ ഭക്തന്മാരും ചെയ്യേണ്ടുന്ന കാര്യങ്ങളും. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमः। अनंत कोटि वैष्णव की जय, प्रभुपाद की जय, गुरु महाराज की जय। गो प्रेमानंदे हरि हरि।